ഇതാണ് റിപ്സ് ടെക്നോളജിയുടെ BLDC മോട്ടോർ. ടോട്ടലി 3 ഫേസിന്റെ 3 വയറും ഹോളോ ഫിറ്റ് സെൻസറിന്റെ വയർ ബണ്ടിലുമാണ് മോട്ടറിൽ നിന്നും വരുന്നത്. ഗ്രീൻ, യെല്ലോ, ബ്ലൂ 3 ഫേസ് വൈൻഡിങ്ങും വൈറ്റ് കണക്ടറിൽ വരുന്നുണ്ട് ഹോളോ ഫിറ്റ് സെൻസറും. ഇപ്പോൾ ഈ ഡെമോ സാമ്പിൾ 24 വോൾട്ട് 350 വാട്ട്സ് ആണ്. ഇതുപോലെ മൾട്ടിപ്പിൾ വാട്ട്സ് ആയിട്ട് മൾട്ടിപ്പിൾ വോൾട്ടിലും അവൈലബിൾ ആണ്. ഇനി ഈ കാണുന്നതാണ് ഇതിന്റെ കൺട്രോളർ കാർഡ്. ഇതിൽ നിന്ന് കുറേ സിഗ്നൽ മോട്ടറിലോട്ടും കുറേ സിഗ്നൽ എക്സ്റ്റേണൽ ആയിട്ട് അതിന്റെ ഇൻപുട്ടായിട്ടും വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി തരാം. ഈ കാണുന്ന 2 ടെർമിനൽ കണക്ടർ ബ്ലാക്ക് ആൻഡ് റെഡ് VCC ഗ്രൗണ്ട് ആണ്. ഇതിലോട്ടാണ് 24 വോൾട്ട് കൊടുക്കേണ്ടത്. ഈ കാണുന്ന ചെറിയ ചുവന്ന വയറാണ് ബാറ്ററിയിലോട്ട് കണക്ട് ചെയ്യാനുള്ളത്, അതായത് കീ വഴി കണക്ട് ചെയ്യാനുള്ളത്. ഇത് ലോ ബ്രേക്ക് സിസ്റ്റത്തിന് വേണ്ടിയിട്ട് കണക്ട് ചെയ്യാനുള്ളത്. ഇനി ഈ കാണുന്ന 3 പിൻ വയർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ത്രോട്ടിലാണ്, അതായത് ആക്സിലേറ്റർ. ഇതിപ്പോൾ ടെസ്റ്റിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് ഒരു 4K7 പോർട്ട് വഴി ജസ്റ്റ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇത് നേരത്തെ പരിചയപ്പെടുത്തിയ മോട്ടറിൽ നിന്ന് വരുന്ന ഹോളോ ഫിറ്റ് സെൻസറിന്റെ ബണ്ടിലാണ്. ഇനി കാണുന്നത് ഒരു അനലോഗ് സ്പീഡ് മീറ്ററിലോട്ട് പോകുന്ന കണക്ഷൻ. ഈ റെഡ്, ഗ്രീൻ, യെല്ലോ ഇത് മോട്ടറിന്റെ 3 ഫേസ് വൈൻഡിങ്ങിലോട്ട് ഡയറക്റ്റ് പോകുന്ന കണക്ഷൻ. ഈ കാണുന്ന ബ്ലാക്ക്, ഗ്രേ അത് റിവേഴ്സ് കണക്ഷനിലോട്ടുള്ളതാണ്. ജസ്റ്റ് ഈ ഗ്രേ ബ്ലാക്ക് മാറ്റി ഷോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മോട്ടർ ജസ്റ്റ് റിവേഴ്സ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യും. സിമ്പിളായി പറഞ്ഞാൽ റിവേഴ്സ് ഗിയറിലോട്ട് കണക്ട് ചെയ്യാം. അതേപോലെ ഹൈ ബ്രേക്ക് വരുന്ന ഒരു കണക്ടറും ലോ ബ്രേക്ക് വരുന്ന കണക്ടറും ഉണ്ട്. ഇത് രണ്ടും ബ്രേക്കിംഗ് സിസ്റ്റത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. രണ്ടും ഡയറക്റ്റ് ബ്രേക്കിലോട്ട് കണക്ട് ചെയ്യാം. ബ്രേക്ക് അപ്ലൈ ചെയ്യാൻ ഹൈ ബ്രേക്ക് പോസിറ്റീവിലോട്ടും ലോ ബ്രേക്ക് നെഗറ്റീവിലോട്ടാണ് കണക്ട് ചെയ്യേണ്ടത്. ഇത് സ്പീഡ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ത്രോട്ടിലിന് പകരം ഉപയോഗിക്കുന്ന ഒരു 4K7 2 വാട്ട് പോർട്ടാണ്. ഇനി യെല്ലോ കളറിൽ കാണേണ്ട ഈ ചെറിയ ബോക്സ് ജസ്റ്റ് ഒരു ഇൻസുലേറ്റഡ് ബോക്സ് ആണ്. ഇത് മോട്ടറിന്റെ 3 ഫേസ് വൈൻഡിങ് ഡയറക്റ്റ് ഇതിലോട്ട് കണക്ട് ചെയ്തിട്ട് ഇതിന്ന് കൺട്രോൾ ബോർഡിലോട്ട് കണക്ട് ചെയ്യാം. കാര്യമായിട്ട് ഇൻസൈഡ് ലോജിക് ഒന്നുമില്ല, ജസ്റ്റ് 1-to-1 കണക്ഷൻ മാത്രമേ ഉള്ളൂ. അത് ഇന്റേണലി ഷോർട്ട് ആവാൻ പാടില്ല, ലൂസ് കണക്ഷൻ ആവാൻ പാടില്ല. അതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഒരു ചെറിയൊരു യെല്ലോ ബോക്സ്. കളർ കോഡ് മാച്ച് ആവുന്ന കൊളത്തിൽ സ്ക്രൂ ഒന്ന് ടൈറ്റ് ചെയ്യുക. കൺട്രോൾ ബോർഡിൽ നിന്ന് മോട്ടറിലോട്ടുള്ള 3 ഫേസ് മോഡുലേറ്റഡ് വേവ് 120 ഫേസ് ഷിഫ്റ്റ് ആയിട്ട് വരുന്ന ഈ 3 വയറിലൂടെയാണ്. ഈ 3 കണക്ഷൻ നന്നായിട്ട് സ്ക്രൂ ചെയ്ത് ടൈറ്റ് ചെയ്യുക. ഇപ്പോൾ ഡെമോ കാണിക്കാൻ പോകുന്ന മോട്ടർ 24 വോൾട്ട് 350 വാട്ട്സ് ആണ്. ഇതുപോലെ 500, 750, 1000 ഈ 4 വേരിയന്റിലും 24 വോൾട്ടിലും 48 വോൾട്ടിലും അവൈലബിൾ ആണ്. ഇതിപ്പോൾ eBikeന് മാത്രമല്ല, നിങ്ങൾക്ക് എന്ത് ആപ്ലിക്കേഷനാണോ വേണ്ടത് അതിനനുസരിച്ച് ഇത് മാറ്റങ്ങൾ വരുത്താം. ഇതിനിപ്പോൾ ഒരു ഗിയർ ബോക്സ് വരുന്നുണ്ട്, ആ ഗിയർ ബോക്സ് റിമൂവ് ചെയ്തിട്ട് RPM കൂട്ടാം. എക്സ്ട്രാ ഗിയർ ബോക്സ് വെച്ചിട്ട് RPM കുറക്കുക, അല്ലെങ്കിൽ RPM കൂട്ടുക. ഇത് സ്റ്റെപ്പ് അപ്പും സ്റ്റെപ്പ് ഡൗണിലും ഗിയർ ചെയ്യുക. ഈ ഹൈ ടോർക്ക് വേണമെന്നുണ്ടെങ്കിൽ RPM കുറക്കുക. ഏത് രീതിയിൽ നിങ്ങൾക്ക് ഏത് ആപ്ലിക്കേഷനാണോ വേണ്ടത് ആ രീതിയിൽ ഇതിൽ കൺവേർഷൻ ചെയ്യാം. ഇത് മോട്ടറിൽ നിന്നും വരുന്ന 5 പിൻ ഹോളോ ഫിറ്റ് സെൻസറിന്റെ കണക്ടറാണ്. ഇത് കൺട്രോൾ ബോർഡിന്റെ 5 പിൻ ഹോളോ ഫിറ്റ് സെൻസറിലോട്ട് കണക്ട് ചെയ്യാം. ഈ കൺട്രോൾ ബോർഡ് വിത്ത് ഹോളോ ഫിറ്റ് സെൻസറും വിത്തൗട്ട് ഹോളോ ഫിറ്റ് സെൻസറിലും വർക്ക് ചെയ്യും. അതായത് സെൻസർലെസ്സും സെൻസേർഡും 2 അൽഗോരിതം ഈ കൺട്രോൾ ബോർഡിൽ സപ്പോർട്ട് ചെയ്യും. ഇപ്പോൾ മോട്ടറിലോട്ട് വരുന്ന 2 കണക്ഷനും പ്രോപ്പറായിട്ട് കണക്ട് ചെയ്തു. അതായത് 3 ഫേസ് വയറും 5 പിൻ ഹോളോ ഫിറ്റ് സെൻസറും. ഇതിനുള്ള ത്രോട്ടിൽ 3 പിൻ കണക്ടറാണ്. ഇത് ത്രോട്ടിൽ എന്ന് വെച്ചാൽ ഇവിടെ 4K7 2 വാട്ടിന്റെ ഒരു പോർട്ട് വെച്ചിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്, സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് നമുക്ക് ആക്സിലേറ്റർ വഴിയും കണക്ട് ചെയ്യാം. അത് ഓൾറെഡി അവൈലബിൾ ആണ്. ഇനി പവർ സപ്ലൈ സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു 24 വോൾട്ട് ഒരു 350 വാട്ട്സെങ്കിലും ലോഡ് ചെയ്യുന്ന ഒരു പവർ സപ്ലൈ ഡയറക്റ്റ് കണക്ട് ചെയ്യുക. ഇവിടെ ഇപ്പോൾ നമ്മൾ കണക്ട് ചെയ്തത് 24 വോൾട്ടിൽ 350 സപ്ലൈ ആണ്. ഇതൊരു പോസിറ്റീവ് നെഗറ്റീവും ഒരു വാട്ട്സ് മീറ്റർ വഴിയാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. ഈ വാട്ട്സ് മീറ്റർ നമ്മളെടുത്ത് ഓൾറെഡി അവൈലബിൾ ആണ്. ഇതിൽ ഒരു DC വാട്ട്സ് മീറ്റർ ആണ്. ഇതിൽ വാട്ട്സ്, ആംപിയർ, വോൾട്ടേജ്, എനർജി കൺസപ്ഷൻ ഇത്തരത്തിലുള്ള എല്ലാ ഡീറ്റെയിൽസും കാണാൻ പറ്റുന്ന AC-യിലും DC-യിലുള്ള മീറ്റർ അവൈലബിൾ ആണ്. പോസിറ്റീവ് നെഗറ്റീവും പ്രോപ്പറായിട്ട് കണക്ട് ചെയ്യുക. ഇത് ജസ്റ്റ് ടെസ്റ്റിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് കണക്ട് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഫുൾ ലോഡൊക്കെ വരികയാണെങ്കിൽ പ്രോപ്പറായിട്ട് തന്നെ കണക്ട് ചെയ്യണം, ലൂസ് കണക്ഷൻ ഇല്ലാത്ത പോലത്തെ തന്നെ. ഈ ഡിവൈസ് 17 മുതൽ 45 വോൾട്ട് വരെ വർക്ക് ചെയ്യും. ഇനി കണക്ട് ചെയ്യാനുള്ളത് കീ കണക്ഷൻ ആണ്. അതായത് ജസ്റ്റ് സ്വിച്ച്, അത് VCC ഏതാണോ വോൾട്ടേജ് നേരെ അതിലോട്ട് ഡയറക്റ്റ് ആയിട്ട് കണക്ട് ചെയ്യാം. അതായത് ഈ സെയിം പിന്ന് വെഹിക്കിളിന്റെ കീ കണക്ഷനിലോട്ട് കണക്ട് ചെയ്യാം. ഇപ്പോൾ കണക്ഷൻ ഓൾമോസ്റ്റ് എല്ലാം ഫിനിഷായി. ഇനി ജസ്റ്റ് പവർ ഒന്ന് ഓണാക്കി ഇനീഷ്യൽ സ്റ്റേജിലുള്ള റീഡിംഗ് എല്ലാം കാണാം. ഇപ്പോൾ ത്രോട്ടിൽ സ്ലോലി നമ്മൾ ചേഞ്ച് ചെയ്യാൻ പോവാണ്. മോട്ടർ റൊട്ടേഷൻ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ ഫോർവേഡ് ഡയറക്ഷനിലോട്ടാണ് തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ സ്പീഡ് ത്രോട്ടിൽ വഴി അഡ്ജസ്റ്റ് ചെയ്യുക. ഇതിപ്പോൾ മാക്സിമം RPM-ലാണ് 68 വാട്ട്സ്. അതായത് വിത്തൗട്ട് ലോഡിലാണ്. വിത്ത് ലോഡിൽ 350 വാട്ട്സ് വരെ പോകും. ഇപ്പോൾ RPM സ്ലോലി റെഡ്യൂസ് ചെയ്തു. ഇപ്പോൾ സിസ്റ്റം ഓഫായി. ഇപ്പോൾ മിനിമം RPM-ൽ ഇരുന്ന് റൊട്ടേറ്റ് ചെയ്യാണ്. ഈ മിനിമം RPM-ൽ എത്ര വാട്ട്സ് എടുക്കണമെന്നുള്ളപ്പോൾ കാണാം. ഏകദേശം 3.7, 3.5 വാട്ട്സ്. അതിന് ഏറ്റവും മിനിമം RPM-ൽ എടുക്കണം. ഇത് അഡ്ജസ്റ്റ് ചെയ്ത് ത്രോട്ടിൽ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് കൂട്ടും ചെയ്യാം, കുറക്കും ചെയ്യാം.
ത്രോട്ടിൽ ചേഞ്ച് വരുന്ന സഡൻ ചേഞ്ചാണ്, പെട്ടെന്ന് ഹൈ ഫാസ്റ്റായിട്ട് ചേഞ്ച് ചെയ്യുകയും ചെയ്യും. ഇതൊരു ആക്സിലേറ്ററിൻ്റെ ഫംഗ്ഷൻ പോലെ തന്നെ. സഡൻലി സ്റ്റോപ്പാക്കി അത് RPM ഡൗൺ ആക്കിയിട്ട് സ്റ്റോപ്പാക്കാം. ഇതുപോലെ ഹൈ ബ്രേക്ക് ചെയ്തിട്ട് ലോ ബ്രേക്ക് ചെയ്തിട്ടും സ്റ്റോപ്പ് ചെയ്യാം. ഏറ്റവും മിനിമം വാട്ട്സിലാണ് വർക്ക് ചെയ്യുന്നത്, ഇത് ഏറ്റവും മിനിമം RPM-ൽ. ഇനിയിപ്പോൾ ഡയറക്ഷൻ അറിയാൻ വേണ്ടിയിട്ട് ചെറിയൊരു പേപ്പർ ഒട്ടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ജസ്റ്റ് ഡയറക്ഷൻ റിവേഴ്സായി. ഇത് നമ്മൾ റിവേഴ്സ് ഡയറക്ഷൻ്റെ ഒരു പോയിന്റ് ഉണ്ട്, ആ പിന്നെ ഗ്രൗണ്ടിലോട്ട് കണക്ട് ചെയ്താൽ അത് നേരെ റിവേഴ്സായിട്ട് റൊട്ടേറ്റ് ചെയ്യും. ഈ റിവേഴ്സ് തന്നെ നമുക്ക് എല്ലാ സ്പീഡും അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്പോൾ റിവേഴ്സ് റിമൂവ് ചെയ്താൽ അത് വീണ്ടും ഫോർവേഡ് ഡയറക്ഷനിലോട്ട് കറങ്ങും. ഇനി ഹൈ ബ്രേക്ക് സിസ്റ്റം, ലോ ബ്രേക്ക് ഡയറക്റ്റ് ഗ്രൗണ്ടിലോട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ മോട്ടർ സ്ലോലി സ്റ്റോപ്പായി. ഇനി റിലീസ് ചെയ്താൽ വീണ്ടും സ്റ്റാർട്ടായി. ഇനി ഹൈ ബ്രേക്ക് സിസ്റ്റം, ഹൈ ബ്രേക്ക് പിന്നെ ഡയറക്റ്റ് നമ്മൾ VCCയിലോട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ സഡൻ സ്റ്റോപ്പ് ആവും. ഡയറക്റ്റ് VCCയിലോട്ടാണ് ഹൈ ബ്രേക്ക് കണക്ട് ചെയ്യേണ്ടത്, ലോ ബ്രേക്ക് ഡയറക്റ്റ് ഗ്രൗണ്ടിലോട്ടാണ് കണക്ട് ചെയ്യേണ്ടത്. മോട്ടർ ഓഫായി, വീണ്ടും റൊട്ടേറ്റ് ചെയ്തു. ഈ പിന്നെ അനലോഗ് മീറ്ററിലോട്ട് ഡയറക്റ്റ് കണക്ട് ചെയ്യാനാണ്. ഇത് മോട്ടറിൻ്റെ RPM എത്രയാണെന്നുള്ള മീറ്ററിൽ ഡയറക്റ്റ് കാണിക്കും. അപ്പോൾ ഈ മോട്ടറിൻ്റെ മുകളിൽ കാണേണ്ട ഈ ഭാഗമാണ് മോട്ടറിൻ്റെ ഗിയർ ബോക്സ്. ജസ്റ്റ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ കാണാൻ പറ്റും 5:1 റേഷ്യോയിൽ 3 വീൽസ് അറേഞ്ച്മെൻറ്റ് കാണാം. അതായത് അതിൻ്റെ സെൻറ്റർ ഷാഫ്റ്റ് ഇന്റേണലി ഒരു 3 ടീത്തുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അത് 5:1 റേഷ്യോയിലാണ് അതിൻ്റെ ടീത്തിൻ്റെ അറേഞ്ച്മെൻറ്റ്. ഇൻസൈഡ് ഷാഫ്റ്റ് 2600 അതിൻ്റെ മാക്സിമം RPM വരുന്നുണ്ട്. പക്ഷേ ഔട്ട് സൈഡ് ഗിയർ ബോക്സിന് ഔട്ട് സൈഡ് എത്തുമ്പോൾ ഏകദേശം 500 RPM-ലാണ് അത് റെഡ്യൂസ് ചെയ്തിട്ട് കിട്ടുന്നത്. പക്ഷേ ആ റെഡ്യൂസ് ചെയ്യുന്നതോടുകൂടി നമുക്ക് ഹൈ ടോർക്കായിരിക്കും കിട്ടുക. ഇത് ഈ ഗിയർ ബോക്സ് വേണ്ടാത്തവർക്ക് അത് റിമൂവ് ചെയ്തിട്ട് 2600 RPM വേണമെന്നുണ്ടെങ്കിൽ അതും ഡയറക്റ്റായിട്ട് ഗിയർ ബോക്സ് ഒഴിവാക്കിയിട്ട് കൊടുക്കാൻ പറ്റും. ഓരോരുത്തരുടെ അപ്ലിക്കേഷൻ പ്രകാരം അവർക്ക് ഇത് ഗിയർ ബോക്സ് വെച്ചിട്ട് സ്പീഡ് കൂട്ടാം, സ്പീഡ് കുറക്കാം. ഇനി സെയിം RPM-ൽ ഗിയർ ബോക്സ് വെച്ചിട്ട് സ്പീഡ് കുറക്കുകയാണെങ്കിൽ ഹൈ ടോർക്ക് കിട്ടും. സെയിം സെറ്റപ്പ് നമ്മൾ ത്രോട്ടിൽ വെച്ചിട്ടാണ് സ്പീഡ് കുറക്കണമെന്നുണ്ടെങ്കിൽ മോട്ടറിലോട്ട് പോകുന്ന പവറാണ് അവിടെ റെഡ്യൂസ് ചെയ്യുന്നത്. ആ സമയത്ത് നമുക്ക് ടോർക്ക് കൂടൂല. RPM ഫിക്സ് ചെയ്തിട്ട് ടോർക്ക് കൂട്ടണം എന്നുണ്ടെങ്കിൽ ഗിയർ ബോക്സ് വഴി RPM കുറക്കണം. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഗിയർ ബോക്സ് വഴി RPM കുറക്കണ സമയത്ത് മോട്ടോർ ഷാഫ്റ്റിന്റെ RPM എപ്പോഴും ആ സെയിം RPM തന്നെ ആയിരിക്കും. ഗിയർ ബോക്സിന്റെ ഔട്ട്പുട്ടുള്ള RPM മാത്രമേ കുറയുള്ളൂ. ആ സമയത്ത് നമുക്ക് ഹൈ ടോർക്ക് കിട്ടും. ഇനി സെയിം സെറ്റപ്പ് നമ്മൾ പോർട്ട് വഴി RPM കുറക്കുകയാണെങ്കിൽ മോട്ടറിന്റെ ഇൻസൈഡ് സെൻട്രൽ ഷാഫ്റ്റിന്റെ RPM അവിടെ കുറയുണ്ട്. പക്ഷെ അതുകൊണ്ട് നമുക്ക് ഹൈ ടോർക്ക് കിട്ടൂല. അവിടെ മോട്ടറിലോട്ടുള്ള പവറും കൂടി റെഡ്യൂസ് ആവുന്നുണ്ട്. മോട്ടറിലോട്ടുള്ള പവർ എപ്പോൾ റെഡ്യൂസ് ചെയ്യണം, ആ സമയത്ത് ടോർക്കിലും എഫക്റ്റ് വരും. എപ്പോഴും നമുക്ക് ഹൈ ടോർക്ക് വരുന്നുണ്ടെങ്കിൽ ത്രോട്ടിൽ വെച്ചിട്ട് നമുക്ക് വേണ്ട RPM-ൽ സെൻട്രൽ ഷാഫ്റ്റിന് എത്തിക്കുക. എന്നിട്ട് ആ സെൻട്രൽ ഷാഫ്റ്റിന്റെ സ്പീഡിനെ ഗിയർ ബോക്സ് വെച്ചിട്ട് ഏത് RPM-ലോട്ടാണോ റെഡ്യൂസ് ചെയ്യുന്നത് ആ RPM-ലോട്ട് റെഡ്യൂസ് ചെയ്യുക. ഹൈ ടോർക്കിൽ ലോഡ് ചെയ്യാൻ പറ്റും.